لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. പരിശുദ്ധ ഖുർആനിന്റെ മാസമായ റമദാനിൽ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കേണ്ടത് അവന്റെ കലാമുമായിട്ടാണ്. അള്ളാഹുവിന്റെ മനോഹരമായ സംസാരമാണ് പരിശുദ്ധ ഖുർആൻ. അവൻ നമ്മോട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ കലാമിൽ വെച്ചിട്ടുണ്ട്. അത് പെറുക്കിയെടുത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്നത് ഖുർആൻ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്താണ്. ഖുർആൻ ഓതുന്ന വ്യക്തിയോട് വളരെ കൃത്യമായി ഖുർആനിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു നിർദ്ദേശം, നിങ്ങൾ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ ഫഇദാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടണം. കാരണം അള്ളാഹുവിൻ്റെ കലാമ് വായിച്ച് നിങ്ങൾ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുക എന്നത് ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് പിശാചി. അവൻ വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത് ഓതുന്ന സന്ദർഭത്തിൽ ആരംഭത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. എന്നിട്ട് വളരെ പതുക്കെ ആ ഖുർആനിന്റെ അലയൊടികൾ എൻ്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കണം എന്ന ചിന്തയിൽ ഊന്നിയായിരിക്കണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് വറത്തിലിൽ ഖുർആന തർത്തീല, നിങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത് സാവധാനത്തിൽ ഓതണം. സാവധാനത്തിൽ ഓതിയാൽ അതിലെ വാക്കുകളൊക്കെ നിങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കാൻ പറ്റും. തദബ്ബുർ ചെയ്ത് ഓതുവാൻ പറ്റും. തദബ്ബുർ ചെയ്ത് ഓതുക എന്നാൽ ചിന്തിച്ചുകൊണ്ട് ഓതുവാൻ പറ്റും. ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത് ഖുർആൻ, നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഉറ്റാലോചിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യാത്തത്? അങ്ങനെയല്ലേ നിങ്ങൾ പാരായണം ചെയ്യേണ്ടത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, നിങ്ങളുടെ ഹൃദയത്തിന് പൂട്ടിട്ടിട്ടുണ്ടോ? ഖുർആൻ നമ്മോട് ചോദിക്കാണ്. ആലോചിച്ചുകൊണ്ട് നിങ്ങൾ പാരായണം ചെയ്യണം. അള്ളാഹുവിൻ്റെ പ്രവാചകരും സ്വഹാബികളും ഈ രൂപത്തിലേക്ക് പാരായണം ചെയ്ത സന്ദർഭത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ വലിയ മാറ്റങ്ങളാണ് ആ സ്വഹാബികൾക്ക് ഉണ്ടായത്. അവരിങ്ങനെ ഓരോ ആയത്തും തദബ്ബുർ ചെയ്തുകൊണ്ട് ഓതുമായിരുന്നു, കേൾക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ വചനത്തെ അവർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് ഹൃദയത്തിലേക്ക് ചേർത്തു വെച്ചുകൊണ്ടാണ്. ആ സന്ദർഭത്തിൽ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലതു ഖുലൂബുഹും. അള്ളാഹുവെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുന്നവരായിരുന്നു അവർ, വിശ്വാസികൾ. അങ്ങനെ ആയിരുന്നു അവർ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനൻ. അത് അള്ളാഹുവിൻ്റെ കലാമ് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കുന്നവരായിരുന്നു അവർ. നമ്മൾ ആലോചിക്കണ്ടേ, എത്ര കാലമായി നമ്മൾ ഖുർആൻ ഓതുന്നു? എന്ത് മാറ്റമായി എനിക്കുണ്ടായത്? അതിൻ്റെ അർത്ഥ തലങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ എന്തുകൊണ്ടാ നമുക്ക് സാധിക്കാതെ പോയത്? സൂറ ഹുജറാത്തിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സംസ്കരിക്കുന്ന എത്ര നിർദ്ദേശങ്ങളാ അള്ളാഹു നമുക്ക് മുമ്പിലേക്ക് വരച്ച് കാണിക്കുന്നത്. മാറ്റങ്ങൾ ഉണ്ടാവുകയില്ലേ? അപ്പൊ ആ രൂപത്തിൽ ഖുർആൻ ഓതുവാൻ നമുക്ക് കഴിയണം എന്നാണ്. വളരെ പതുക്കെ ചിന്തിച്ചുകൊണ്ട് ശാരീരികമായ ശുദ്ധി ഉണ്ടാക്കി ആ രൂപത്തിലേക്ക് ആ ഖുർആനിനെ
നാം ഓതുവാൻ നമുക്ക് കഴിയണം. അതായത് ഭയഭക്തിയോടുകൂടിയുള്ള ഒരു പാരായണത്തിലേക്ക് നമ്മൾ മാറണം. കേവലം ഖത്തം തീർക്കുക എന്നതിനപ്പുറത്തേക്ക് ആ ഖത്തം തീർക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആയത്തുകളിലൂടെ നമ്മൾ സഞ്ചരിക്കാണ്. വിശ്വാസികളായ നമ്മളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് അതിലൂടെ. ജന്നാത്ത് അദൻ, നിങ്ങൾക്ക് തോട്ടങ്ങളുണ്ട്. ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിരിക്കും. നരകത്തെക്കുറിച്ചുള്ള കൽപ്പനകളുണ്ട്, ആ നരകത്തെക്കുറിച്ചുള്ള വർണ്ണനകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കഥകൾ, അനുഭവങ്ങൾ, അതെല്ലാം ഖുർആനിലൂടെ വിശ്വാസിക്ക് ലഭിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ രൂപത്തിൽ തദബ്ബുർ ചെയ്ത് സാവധാനത്തിലോതി അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്ന സമയത്താണ്. ആ സമയത്താണ് ആ ഖുർആൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകല്. ആ രൂപത്തിൽ ആ ഖുർആൻ ഓതുന്ന സമയത്ത്, ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ എന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള മനസ്സുണ്ടാകണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച അല്ലാഹുമ്മ ജഅലിൽ ഖുർആനൽ അലീം റബിഅ ഖുലൂബിന വനൂറ സുദൂരിന വജലാ അഹ്സാനിന വഹുമൂമിന എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കണം. മറ്റൊരു പ്രാർത്ഥന അല്ലാഹുമ്മ റഹംനാ ബിൽ ഖുർആൻ വജഅൽഹു ലനാ ഇമാമൻ വനൂറൻ വഹുദൻ വറഹ്മ അല്ലാഹുമ്മ ദക്കിർനാ മിൻഹുമാ നസീനാ വഅല്ലിംനാ മിൻഹുമാ ജഹിൽന വർസുഖ്നാ തിലാവതഹു ആനാഹൽ ലൈലി വഅത്റാഫൻ നഹാർ വജഅൽഹു ലനാ ഹുജ്ജത്തൻ യാ റബ്ബൽ ആലമീൻ. ഈ രണ്ട് പ്രാർത്ഥനകളും നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. അതിലെ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ദക്കിർനാ മിൻഹുമാ നസീന, ഞാൻ മറന്നുപോയത് എന്നെ ഓർമ്മപ്പെടുത്തണേ. എത്ര കാലമായി നമ്മൾ ഖുർആൻ ഓതുന്നു, എത്ര ആയത്തുകൾ നമ്മൾ ഹൃദയത്തിലുണ്ട്, പക്ഷെ നമ്മൾ മറന്നുപോയില്ലേ? അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ പറയണം. ഈ രണ്ട് പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച് സാവധാനം ഓതി തദബ്ബുർ ചെയ്ത് ഭയഭക്തിയോട് കൂടി ഖുർആനിനെ സമീപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയാണ് ദാലിക ഹുവൽ ഫൗസുൽ അലീം, അത് മഹത്തായ വിജയമുള്ള കാര്യമാണ്. അപ്പൊ ആ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.